എന്തായി സാർ, എന്തെങ്കിലും കിട്ടിയോ? ഇത്രയും ദൂരം വന്നതല്ലേ, ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് വല്ല പറ്റിയോ മറ്റോ? പോങ്ക സാർ. അവൻ ഇങ്ങോട്ടേക്കും വന്നില്ലേടാ, ആ നീലകണ്ഠൻ. എന്റെ ശേഖരനെ ആൾക്കാർ വട്ടം പിടിച്ച് നിർത്തിയിട്ടാ. ഇല്ലെങ്കിൽ ഇന്നലത്തെ തീർന്നേനെ ഇവന്റെ കഥ. ഇവൻ മൂർഖനാണെങ്കിൽ അത് രാജ വെമ്പാലയാ. ചെവിക്ക് തുള്ളിക്കോളാൻ പറയാ അവനോട്. നീ എന്നെ തൊട്ടു, അത് ഞാനങ്ങ് പോട്ടെന്ന് വയ്ക്കും. പക്ഷെ നീ എന്റെ കുടുംബത്തിൽ കയറി കളിച്ചു, അത് ഞാൻ സഹിക്കില്ല. നീ ചെകുത്താൻ വേദമോതുന്നത് കേട്ടിട്ടുണ്ടോ? എസേക്കിയേൽ 25:17. പഴയ നിയമം. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകും. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്. അതിലാദികാലച്ചോട് വെച്ചതു ലീലാമാനസം, അതിനീതു കാന്തക്കല്ല് തൊട്ടതു മായാമാധവം. പാടുവാർമകളിൽ പദങ്ങൾ തേടുവാൻ